അങ്ങനെ 2025 എന്ന് പറയുന്ന വർഷം അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. 2026 എന്ന് പറയുന്ന പുതിയൊരു വർഷത്തേക്കാണ് നമ്മൾ ഇനി നോക്കിക്കാണുന്നത്. ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഓരോ വർഷത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ചില വർഷങ്ങൾ നമുക്ക് നല്ലതും ചില വർഷങ്ങൾ എന്നാൽ മോശവുമായി മാറാറുണ്ട്. എന്നാൽ 2026 ധനപരമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുകയും ചില കാര്യങ്ങൾ നമ്മൾ വാങ്ങുകയും ചെയ്യാം. അതായത് ജനുവരി 1 മുൻപ് നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് പൊട്ടിയ പാത്രങ്ങളോ പൊട്ടിയ കണ്ണാടികളോ അങ്ങനെ പൊട്ടിയ ഓരോ വസ്തുക്കളും വീടിൻ്റെ ഓരോ മൂലയ്ക്കുമില്ല എന്ന് ഉറപ്പാക്കണം. ചില ആളുകളുണ്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു കവറിലിട്ട് വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വെക്കും. ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് നെഗറ്റീവ് ഊർജത്തെയാണ് സ്വാഗതം ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ധനപരമായ നഷ്ടങ്ങൾ സംഭവിക്കുകയും കടങ്ങൾ ഒഴിയാതെ കൂടെ കാണുകയും അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുക, വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവുക, ഇവയെല്ലാം ഈ ഒരു സാധനം കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് തന്നെ പൊട്ടിയ ഒരു കാര്യങ്ങൾ പോലും വീട്ടിൽ ഇല്ല എന്ന് ഉറപ്പാക്കണം. അങ്ങനെയുണ്ടെങ്കിൽ അവ തീർച്ചയായിട്ടും പുതിയൊരു വർഷത്തിന് മുമ്പ് മാറ്റം ചെയ്യണം. രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ. കഴിഞ്ഞ ഒരു വർഷമായി നിങ്ങൾ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളുണ്ടെങ്കിൽ അവ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ കത്തിച്ച് കളയാം. ഡൊണേറ്റ് ചെയ്യുവാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നല്ല വൃത്തിയായി കഴുകി വെയിലത്തിട്ട ശേഷം മാത്രമേ ഡൊണേറ്റ് ചെയ്യാവൂ. കാരണം നിങ്ങളുടെ ഊർജ്ജം കൂടിയാണ് നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും ദോഷകരമായി ഭവിക്കും. അതുകൊണ്ട് തന്നെ വസ്ത്രങ്ങൾ കൊടുക്കുമ്പോൾ നല്ല വൃത്തിയായി കഴുകി അവയിൽ നിന്ന് നിങ്ങളുടെ ഊർജ്ജത്തെ റിലീസ് ചെയ്ത ശേഷം വേണം കൊടുക്കാൻ. മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഒരു മുക്കിലും മൂലയിലും പോലും മാറാലയില്ല എന്ന് ഉറപ്പാക്കണം. അത്തരത്തിൽ മാറാലകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയൊരു വർഷത്തിന് മുമ്പ് ഇവ മുഴുവൻ വീടിൻ്റെ പുറത്തും വേണം, അകത്തും നോക്കണം. വീടിൻ്റെ പുറത്തും അകത്തും ഒരു മൂലയിൽ പോലും മാറാലകൾ ഉണ്ടാവാൻ പാടില്ല. ഇവ പൂർണ്ണമായും നീക്കം ചെയ്യുകയും വേണം. വീട് മുഴുവൻ വൃത്തിയാക്കണം. വൃത്തിയാക്കുന്ന വെള്ളത്തിലേക്ക് അല്പം ഉപ്പ് ഇട്ട ശേഷം നിങ്ങൾ തുടയ്ക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരും. അതുപോലെ തന്നെ വീടിൻ്റെ വാതിലുകളും ജനാലകളും എല്ലാം തുറന്നിട്ട് വീട്ടിലെ എല്ലാ മുറിയിലേക്കും സൂര്യപ്രകാശം കടക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം.